കഴിഞ്ഞ ദിവസം ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് സർക്കസ് കാണാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് സർക്കസിൻ്റെ എൻട്രൻസിലുള്ള അനിമൽസിൻ്റെ രൂപങ്ങളാണ്. അപ്പോൾ ആലത്തൂരിൽ വെച്ചിട്ടാണ് ഈ ഒരു സർക്കസ് കേട്ടോ തുടങ്ങിയിട്ട് ഏകദേശം കുറച്ച് ദിവസമായി, ഒരു 10-15 ദിവസമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ മുകളിലുള്ള ക്ലോത്തും കൊണ്ട് ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ. അപ്പോൾ അവിടെ ഓരോ അനിമൽസിൻ്റെ രൂപങ്ങൾ സ്റ്റാച്യു പോലെ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളൊക്കെ അതിനെ ഓരോന്നിനെയും കണ്ടിട്ട് അങ്ങനെ ഉള്ളിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 4 പേരും 5 പേരും കൂടി അങ്ങനെ ഉള്ളിലേക്ക് പോയി. അപ്പോൾ ഞങ്ങൾ പോയി ഒരു 7 മണിക്കാണ് ഷോ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ ഉള്ളിലെത്തുമ്പോഴേക്കും ഒന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് നെറ്റിൽ വെച്ചിട്ടുള്ള പ്രകടനങ്ങളാണ് കേട്ടോ ഫസ്റ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ സർക്കസൊക്കെ ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട്, ചെറുതാകുമ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു, പിന്നെ ഇപ്പോഴാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഈ നമുക്ക് കുഴപ്പമില്ല, പക്ഷേ ഈ കുട്ടികളൊക്കെ ചിലപ്പോൾ ഈ ഒരുപാട് ഹൈറ്റിൽ നിന്ന് ചെയ്യണുണ്ട് പറഞ്ഞാൽ ചിലപ്പോൾ പേടിക്കും അവർ. പിന്നെ രണ്ടാമതായിട്ട് പിന്നെ ഇത് കുറച്ച് റിസ്ക് ഉള്ള ഒരു ഐറ്റമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ ഒരാൾ അതിൻ്റെ മുകളിൽ നിന്നിട്ട് അത് കറങ്ങുന്നതിനനുസരിച്ച് അതിൻ്റെ ഉള്ളിൽ കൂടിയും അതുപോലെ തന്നെ ആ ഒരു റിങ്ങിൻ്റെ ഉള്ളിലായിട്ടും കറങ്ങുക, അതുപോലെ തന്നെ ജമ്പ് ചെയ്യുക, പിന്നെ സ്കിപ്പ് ചെയ്യുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് കുറച്ച് റിസ്ക്കി ആയിട്ടുള്ളൊരു കാര്യം തന്നെയായിരുന്നു. അത് കണ്ടുകൊണ്ടിരിക്കാൻ നമുക്കിങ്ങനെ എന്തെങ്കിലും പറ്റുമോ എന്നുള്ളൊരു തോന്നലിങ്ങനെ ഉണ്ടായിരിക്കും കേട്ടോ. അത് വെൽ എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും. അതുപോലെ എല്ലാം ട്രെയിൻ ചെയ്തിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും നമുക്കത് കാണുമ്പോൾ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു തോന്നലുണ്ടാവും. പക്ഷേ ഇത് ഈ ഒരു ഷോയിൽ വെച്ചിട്ട് ഇത് കുറച്ച് റിസ്ക് ആയിട്ടുള്ളൊരു എലമെൻ്റായിട്ട് എനിക്ക് തോന്നിയിട്ടോ. മൊത്തത്തിൽ ഓവറോളായിട്ട് ഈ ഷോ കുറച്ച് നന്നായിട്ടുണ്ടായിരുന്നു. ജെമിനി സർക്കസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അൻവിക്കുട്ടൻ മെല്ലെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇത് അവിടെ കുറേ നേരം നിന്നു കേട്ടോ. അവസാനമായപ്പോൾ സ്റ്റേജിലേക്കൊക്കെ കയറാൻ നോക്കി. ഞങ്ങൾ പിന്നെ എടുത്തിട്ട് വന്ന് കൂടിയിരുന്നെങ്കിലും പിന്നെ അവൻ അവിടെ തന്നെ പോയിട്ടോ. അപ്പോൾ ആ ചുറ്റുപാടുള്ള ഫാനും അതുപോലെ തന്നെ അതിൻ്റെ സൗണ്ടും എല്ലാം കൂടി കേട്ടപ്പോൾ അവൻ അവിടെ നിന്ന് വരുന്നുണ്ടായിരുന്നില്ല. അവൻ അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് കുറച്ച് ഗേൾസിൻ്റെ ആയിരുന്നു. അപ്പോൾ അതിലൊരു സ്പ്രിങ് പോലെയുള്ള സംഭവം ഉണ്ടായിരുന്നു രണ്ടറ്റത്തായിട്ട്. അപ്പോൾ അതിൽ കടിച്ച് പിടിച്ചിട്ടാണ് രണ്ടുപേരും അതിൽ ഹാങ് ചെയ്ത് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം കുറച്ച് നല്ല റിസ്ക് ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. കടിച്ച് പിടിച്ചിട്ടാണ്, ഒരു പിടി വിട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കും. അതുകൊണ്ട് നമുക്കത് കാണുമ്പോൾ ഒരു വല്ലാത്തൊരു തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു സ്പ്രിങ്ങിൽ കടിച്ച് പിടിച്ചിട്ടാണ് അവർ ഓരോരുത്തരും. പിന്നെ ഇനി അടുത്തത് 2 പേരും അതിൽ ചെയ്യുന്നത് പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഇടയിലൊക്കെ അവിടെ ഉള്ളിൽ തന്നെ സ്നാക്സ് പോലെയുള്ള കുട്ടികൾക്ക് കഴിക്കാൻ പറ്റുന്ന ഐസ്ക്രീം, പോപ്കോൺ അതുപോലെയുള്ള കുറേ സ്നാക്സൊക്കെ ഉള്ളിൽ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അതിൽ പോപ്കോണും ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുത്തു. അൻവിക്കുട്ടനും അതുപോലെ അനിക്കുട്ടിക്കൊക്കെ അതൊക്കെ വാങ്ങിക്കൊടുത്തു കേട്ടോ. അപ്പോൾ അങ്ങനെ അതിനിടയിൽ പിന്നെ സൈക്ലിംഗ് ഉണ്ടായിരുന്നു. ഒറ്റ സൈക്കിളും ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അതൊക്കെ കണ്ടിട്ട് അങ്ങനെ സമയം പോയതേ അറിഞ്ഞില്ല. ഏകദേശം ഒരു 2 മണിക്കൂർ ഷോ ആണ്. പക്ഷേ വേഗം തന്നെ സമയം പോയിട്ട് അങ്ങനെ ഒന്നിന് പുറകെ ഒന്നായിട്ട് അങ്ങനെ ഓരോരോ ഐറ്റംസ് അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇടയിൽ ഈ ജോക്കേഴ്സിൻ്റെ കോമഡി സ്കിറ്റ് പോലെയുള്ള അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഷോയിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടപ്പെട്ടത് ഈ ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതിൻ്റെ സോങ്ങും എല്ലാം തന്നെ നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഈ ഇതൊരു സ്റ്റേജിൻ്റെ ഏകദേശം 3/4 കവർ ചെയ്തിട്ടുള്ളൊരു സംഭവം തന്നെയായിരുന്നു. ഇത് ഹാങ് ചെയ്ത് കിടന്നിട്ടുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ്റെ കാലിലാണ് അത് ടൈ ചെയ്തിട്ടിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നത്. ആ ഒരു റോപ്പിൽ നിന്ന് കാലിലാണ് ടൈ ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ അതിലാണ് അവർ ബാലൻസ് ചെയ്ത് നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഇതൊക്കെ കണ്ടു.
ലാസ്റ്റത്തെ ഐറ്റം എന്ന് പറയുന്നത് ഇത് തന്നെയായിരുന്നു കേട്ടോ. കുറച്ച് വാളുകൾ ഒരു സ്റ്റിക്കിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഇതിന് ലാസ്റ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളൊക്കെ ഭയങ്കര ആകാംക്ഷയിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ. ഇതോടുകൂടി സർക്കസ് കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.